രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ നടുവേദനയ്ക്കും ഒക്കെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഉലുവ പാലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉലുവ പാലിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഉലുവ ഒരു 8 മണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. 3 വട്ടം കഴിയുന്ന ശേഷം ആ വെള്ളത്തിൽ വെച്ചാൽ മതിയാകും. ആ വെള്ളത്തോടുകൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് 2 ആണി വെള്ളം ഇതുപോലെ ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുക. അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉലുവ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. അരച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നീട്ടി വെക്കുക. ആ വെള്ളത്തിൽ തന്നെ വേണം അരയ്ക്കാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കട്ടകൾ പോലെയുള്ളതെല്ലാം ഉടച്ചെടുക്കുക. തേങ്ങയുടെ 2 പാൽ 1/2 കപ്പ് എടുത്തിൽ കുറേശ്ശെ കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ആ കട്ടകളൊക്കെ ഒരുപാട് കട്ടകളുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചൊഴിക്കുക. അപ്പം നല്ല ഈസി ആയിട്ട് കട്ടകളെല്ലാം ഉടഞ്ഞു വരും. ഇനിയും ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിനകത്തേക്ക് ഈ സമയത്ത് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ വീഡിയോ ഉപ്പ് ചേർത്ത സമയം പോസായിപ്പോയി, അതുകൊണ്ടാണ്. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇനിയും കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട, തിള വരുന്ന സമയം നോക്കി നമ്മൾ 1 പാൽ ഒരു 3/4 കപ്പാണ് എടുത്ത് വെച്ചത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായാൽ മതിയാകും. ഇപ്പം നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് 1/2 ഗ്ലാസും മുതിർന്നവർക്ക് 1/2 ഗ്ലാസും കുടിക്കാം. ഇതുപോലെ ഒരാഴ്ച കുടിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടക മാസത്തിലും അല്ലാത്ത സമയത്തൊക്കെ കുടിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.